ശ്രീ കെ എസ് ശബരിനാഥൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ബി.ജെ.പി. നേടുമ്പോൾ അത് ബി.ജെ.പിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികളാണ് എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ട്. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ആ ഒരു നിലപാട് പക്ഷേ ഡൽഹിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലേ? അല്ല, മഹാരാഷ്ട്രയിലെ കാര്യം നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത് വലിയൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 9.5 കോടി ആളുകൾ ഉള്ള ഒരു സംസ്ഥാനത്തിൽ ഏകദേശം അതിന് തുല്യമായി ആൾക്കാർ വോട്ട് ചെയ്തേക്കുകയാണ്. 18 വയസ്സിൽ കൂടുതൽ മുകളിൽ ആളുകൾ മാത്രം വോട്ട് ചെയ്യുന്നിടത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടോ ആ പോപ്പുലേഷൻ അടുത്ത് തന്നെ ആളുകൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. വെറും 6 മാസം കൊണ്ട് 40 ലക്ഷം വോട്ടുകളാണ് ബി.ജെ.പി. ചേർത്തത്. ലോക്സഭാ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, അതിൽ ഒരു നിയോജകമണ്ഡലത്തിൽ തന്നെ 5000 വോട്ടുകൾ ചേർത്തതിൻ്റെ കൃത്യമായ കണക്ക് സഹിതം പരാതി കൊടുത്തിട്ട് ECI ഇല്ലെങ്കിലില്ല. അതൊരു വേറെ ഡിബേറ്റ് വിഷയമാണ്. ശക്തമായിട്ട് തന്നെ കോൺഗ്രസ് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കം അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരുന്നു. ഡൽഹി ഇലക്ഷനിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാനുള്ള സമയമായിട്ടില്ല. തീർച്ചയായിട്ടും റിസൾട്ട് വന്നതിന് ശേഷം അത് പഠിച്ച് നമ്മൾ പറയും. പക്ഷേ ഡൽഹിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയുടെ ഒരു വോട്ടർ ബേസിനെ ആകർഷിക്കാനുള്ള ചില തീരുമാനങ്ങൾ ബി.ജെ.പി. എടുത്തിരുന്നു. പ്രത്യേകിച്ച് അവസാനം ഈ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ വിഷയം, ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് പേ ചെയ്ത ആളുകൾ സാച്ചുറേറ്റ് ചെയ്യുന്നൊരു സ്ഥലം ഒരുപക്ഷെ ഡൽഹി, ബോംബെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള മധ്യവർഗ സമൂഹത്തിന് ഈ 12 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് ഫ്രീ ആക്കുന്നുള്ളത് ആകർഷകമായിട്ടൊരു കാര്യം തന്നെയാണ്. അത് ഇലക്ഷന് 2 ദിവസവും പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വ്യതിയാനം മിഡിൽ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ഈവനായിട്ട് ബി.ജെ.പിയുടെ വോട്ടുകൾ എല്ലാ പ്രദേശത്തു നിന്നും അവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ പഴയതുപോലെ നമ്മൾ പറയുന്നത് പോലെ ഡൽഹിയിലെ ചില മേഖലകൾ ന്യൂനപക്ഷ മേഖലകളാണ്. അത് മാറിയൊരു വളരെയധികം എന്താ പറയുക, ജെൻട്രിഫൈഡ് ആയിട്ടുള്ള എല്ലാ പ്രദേശത്തും എല്ലാ തരത്തിലുള്ള ആളുകളുള്ള പ്രദേശം, ചില സ്ഥലങ്ങൾ ഒഴിച്ച് ഉള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അപ്പം ഡൽഹിയുടെ പൊതു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം. അവർ ബി.ജെ.പി. ഒത്തിരി കാലം ഭരിച്ചു. പിന്നെ ഷീലാ ദീക്ഷിതിൻ്റെ ഭരണം, അത് കഴിഞ്ഞ് കേജ്രിവാളിൻ്റെ ഭരണം, ഇപ്പോൾ വീണ്ടും ഒരുപക്ഷെ ബി.ജെ.പി. ഭരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ സ്മരിക്കേണ്ടത്, ഇലക്ഷൻ സമയത്ത് പല ഇംഗ്ലീഷ് ചാനൽ കണ്ടപ്പോഴുമൊക്കെ അവിടെയുള്ള ആളുകൾ ഇപ്പോഴും ഏറ്റവും മികച്ച ഗവർണൻസായി കാണുന്നത് ഷീലാ ദീക്ഷിതിൻ്റെ കാലഘട്ടമാണ്. ഇവിടെ കേജ്രിവാൾ 10 വർഷം ഭരിച്ചിട്ടും ഡൽഹിയിൽ ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ നാഷണൽ ഉണ്ടായിട്ടും ആളുകളുടെ ഒരു ഫോക്കസ് പോയിന്റ്, അല്ലെങ്കിൽ ആളുകൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കുന്നത് ഷീലാ ദീക്ഷിതിൻ്റെ 15 വർഷത്തെ ഭരണമാണ്. ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഡൽഹി ഒരു വേൾഡ് ക്ലാസ് സിറ്റി ആയിട്ടുള്ളത്. മെട്രോ വന്നത്, ഇൻഫ്രാസ്ട്രക്ചർ വന്നത്, കോമൺവെൽത്ത് വന്നത്, ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഷീലാ ദീക്ഷിതിൻ്റെ ആ ഒരു മൊമെൻറ്റം അരവിന്ദ് കെജ്രിവാളിന് കൊണ്ടുവരാൻ കഴിയിട്ടില്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി മോഹൻലാൽ ക്ലിനിക്ക് തുടങ്ങിയതൊക്കെ തുടക്കം നല്ലത്. ആ മകൻ വളരെ നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തുടക്കം നല്ലതായിരുന്നു. ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ഗന്ധം വരുന്നത് ഞാനും അനുഭവിച്ചതാണ്. പക്ഷേ പതുക്കെ ഭരണത്തിൽ വന്നപ്പോൾ മറ്റ് വ്യവസ്ഥാപിത പാർട്ടികളെക്കാളും കൂടുതൽ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള, കാരണം വ്യവസ്ഥാപിത പാർട്ടികൾ ചട്ടക്കൂടുണ്ടല്ലോ. കോൺഗ്രസ് ആയാലും ബി.ജെ.പി. ആയാലും CPM ചട്ടക്കൂടുന്ന വെളിയിലായിട്ട് ചട്ടക്കൂട വ്യവസ്ഥാപിത സിസ്റ്റം ഇല്ലാത്തൊരു പാർട്ടിയിൽ അഴിമതിയുടെ, നേരത്തെ ഗോപാൽ സാബ് 12 മന്ത്രിമാർ അഴിമതിക്കകത്ത് ജയിലിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ബി.ജെ.പിയുടെ അവിടെ വിദ്യാഭ്യാസ മന്ത്രി വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയായിരുന്നു. ഒരു മുഖ്യമന്ത്രി എത്ര മാസം ജയിലിൽ കിടന്നു, അതിനൊന്നും ന്യായീകരിക്കാൻ അവർ കഴിഞ്ഞിട്ടുമില്ല. അതുമല്ല, ഡൽഹിയിലുള്ള ആളുകളോട് ചോദിച്ചാൽ, ഞാൻ പോകുന്നൊരു സ്ഥലമാണ്, ധാരാളം സുഹൃത്തുക്കളുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയുടെ പഠിച്ച ധാരാളം സുഹൃത്തുക്കളുള്ള ഒരു പ്രദേശമാണ് ഡൽഹിയിൽ. അവിടെയൊക്കെ പോകുമ്പോൾ ഈ ലിക്കർ സ്കാം എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗാന്ധിയനാണെന്ന് പറഞ്ഞിട്ട് നിർലോഭം മദ്യക്കുപ്പികൾ ഒഴുക്കുന്ന, ഒരു കുപ്പി ഫ്രീ എന്നുള്ള സ്കീമാണ് ഡിസൈൻ ചെയ്ത്. ആലോചിച്ച് നോക്കി, ഇവിടെ മദ്യവർജനം എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ മദ്യ ഏജൻസിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ 1 കുപ്പിക്ക് വേണം 2 കുപ്പി കൊടുക്കൂ, അതിനുള്ള കമ്മീഷൻ അടക്കം. ഒരു പക്ഷേ ഇന്ത്യ ആയിട്ടുള്ള ഏറ്റവും വലിയ ഈ 2G സ്കാം എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയപ്പോൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാളും പൂജ്യങ്ങളുള്ള ഒരു വലിയ സ്കാമായി ഈ പറഞ്ഞ ലിക്കർ സ്കാം മാറി. അതോടൊപ്പം ഈ ശീഷ് മഹാൽ വിഷയം, മുഖ്യമന്ത്രിയുടെ റെസിഡൻസ്, വലിയ കോടിക്കണക്കിന് രൂപ, അത് വളരെ ഇഫക്റ്റീവായിട്ട് ബി.ജെ.പിക്ക് ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞു. ആരാണോ അവർ ചെയ്ത ഒരു ഇലക്ഷൻ വർക്ക് എന്ന് വെച്ചാൽ, ആരായിരുന്നു ആം ആദ്മിയുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസി, മിഡിൽ ക്ലാസ് സാധാരണക്കാർ, അവരുടെ ഇടയിലേക്ക് ആം ആദ്മിയുടെ തെറ്റുകൾ ബി.ജെ.പി. കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ ആം ആദ്മി ചെയ്ത വേറൊരു തെറ്റ്, അവർക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ബി.ജെ.പിയുടെ ന്യൂനപക്ഷ വിരുദ്ധത അതേപോലെയുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി. ഇവിടെ 2020 ഷഹീൻ ബാഗിൽ വിഷയം നടന്നപ്പോൾ, റയറ്റ്സ് ഉണ്ടപ്പോൾ, അവിടെ ആ പ്രദേശത്തോട്ട് പോവാത്ത മുഖ്യമന്ത്രിയാണ് ഈ കേജ്രിവാൾ. അറിയാമോ, ഷഹീൻ ബാഗിലേക്ക് നമ്മുടെ MP-മാരും MLA-മാരും വരെ പോയി. നമ്മൾ എത്ര ആളുകൾ പോയി. അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് പോലും ഷഹീൻ ബാഗ് വിഷയത്തിൽ സമരം നടക്കുമ്പോൾ, കാരണം ആ പ്രദേശത്തെ ന്യൂനപക്ഷ മേഖലയിലേക്ക് പോയാൽ ഭൂരിപക്ഷ വോട്ട് മാറുമോ എന്ന് ഭയന്ന് ഒരു വെറും രാഷ്ട്രീയക്കാരനായി മാറിയ ഒരാളാണ് ശ്രീ കേജ്രിവാൾ.
പക്ഷെ എന്നിട്ടും ആ ന്യൂനപക്ഷം ഇന്ന് പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ കേജ്രിവാളിന് വോട്ട് ചെയ്തിരിക്കുകയാണ്. കേജ്രിവാളിനെ കൈവിട്ടിട്ടില്ല. അത് കാരണം ബി.ജെ.പി അവിടെ വരരുത് എന്നുള്ള ആഗ്രഹത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ള തിരിച്ചറിവിലാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ന്യൂനപക്ഷങ്ങളുടെ പോയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ശബരി, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇത് കോൺഗ്രസ് വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയുണ്ടല്ലോ. ഇവിടെ ബി.ജെ.പിയേക്കാൾ ഈ ഡൽഹിയിലെ ഫലം വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ടി വരികയാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അത് ശരിയുമാണ്. ഇവിടെ ആക്രമിക്കപ്പെടേണ്ടത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. കോൺഗ്രസിന് ആ തിരിച്ചറിവും ഉണ്ട്. പക്ഷേ അത് ഈ ബി.ജെ.പി വിരുദ്ധ പ്രചാരണങ്ങളിൽ അത് കോൺഗ്രസിനെ ദുർബലമാക്കുന്ന ഒരു ഘടകം കൂടിയായി മാറില്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പുകൾ ബി.ജെ.പി അട്ടിമറിക്കുകയാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. മഹാരാഷ്ട്രയിൽ അതാണ് ഞാൻ ചോദിച്ചതും. പക്ഷേ ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരും. കേജ്രിവാൾ ഒരുപക്ഷെ അത് ഉന്നയിക്കുകയും ചെയ്യുമായിരിക്കും. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവല്ലോ, ഞങ്ങൾ സ്ട്രോങ് റൂമുകൾക്ക് വെളിയിൽ കാവൽ കിടക്കും എന്നുള്ളത്. സൂക്ഷ്മമായി ഓരോ വോട്ടിംഗ് യന്ത്രങ്ങളെയും നിരീക്ഷിക്കണമെന്ന്. ആ ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് വരിക ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അല്ല മഞ്ജുഷ്, അത് റിസൾട്ട് വരട്ടെ. ഇപ്പൊ നമ്മൾ മധ്യപ്രദേശ് മഹാരാഷ്ട്രയുടെ വിഷയം പോലും കോൺഗ്രസ് ശക്തമായി പറഞ്ഞത് ഈ കണക്കുകൾ കിട്ടിയതിനു ശേഷമാണ്. ആ കണക്കുകൾ കിട്ടിയതിനു ശേഷം പഠിച്ചിട്ട് കോൺഗ്രസ് തന്നെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വരുന്ന ഇലക്ഷൻ പഠിക്കാനും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുവാനും. തീർച്ചയായിട്ടും ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ബൂത്തിലെ റിസൾട്ട് നോക്കി എവിടെയാണ് വലിയ പഴയ കാലമൊന്നുമില്ല, ഇപ്പോൾ ഒത്തിരി ഈ പറഞ്ഞ AI ടൂൾസ് നോക്കിയിട്ടുള്ളൂ. കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വേരിയേഷൻ നമുക്ക് ഗ്രാഫായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ബൂത്തിലാണ് വലിയ ഏറ്റക്കുറച്ചിലുകൾ, ബി.ജെ.പിക്ക് 100 വോട്ട് കിട്ടിയ ബൂത്തിൽ പെട്ടെന്ന് 500 വോട്ട് കിട്ടുകയാണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ ബി.ജെ.പിക്കുള്ള ബദൽ താൽക്കാലികമായ ആളുകൾ കണ്ടത് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയാണ്. ബദൽ അതല്ല. ഗ്രാൻഡ് ഓൾ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് 3% നിന്ന് 7% വോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഡയറക്റ്റായിട്ട് കോൺഗ്രസ് വേഴ്സസ് ബി.ജെ.പി ഫേസ് വന്നുകൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനത്തോടെ ഡൽഹി അടക്കം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. ശരി, നന്ദി ശ്രീ കെ എസ് ശബരിനാഥൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും